ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹാവന്ദനം. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ ഇടവകയിലെ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ധ്യാന ചിന്തകളുടെ 4-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ആത്മാ ശുദ്ധീകരണത്തിനും ശാക്തീകരണത്തിനും ഒരു നോമ്പുകാലം കൂടെ സമാഗതമായി. ഈ നോമ്പുകാലങ്ങളിൽ നമുക്ക് ശുദ്ധീകരണവും ശാക്തീകരണവും നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാകുന്നു. ഈ തീർത്ഥാടനത്തിൻ്റെ വഴിയാത്രയിൽ നാം ചെന്നെത്തുന്നത് കുരിശിൻ്റെ ചൂട്ടിലേക്കാകുന്നു. കുരിശിൻ്റെ ചൂട്ടിലേക്ക് ചെന്നെത്തുമ്പോൾ അവിടെ നാം ആദ്യമായി കേൾക്കുന്ന ശബ്ദം, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ദൈവപുത്രൻ മനുഷ്യരോട് അനുരഞ്ജനപ്പെടുന്നു. അവരുടെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് യാചിക്കുന്നു. ആ ഒരു അനുരഞ്ജനത്തിൻ്റെ സന്ദേശമാകുന്നു നോയമ്പിലൂടെ നമുക്ക് ഏവർക്കും ലഭ്യമാകേണ്ടത്. ഇതിന് ആധാരമായി ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാകുന്നു. അവിടെ നാം വായിക്കുമ്പോൾ നിരപ്പിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സന്ദേശം അവിടെ ലഭ്യമാകുന്നു. ദൈവത്തോടുള്ള അനുരഞ്ജനം, മനുഷ്യനോടുള്ള അനുരഞ്ജനം, പ്രകൃതിയോടുള്ള അനുരഞ്ജനം അവിടെ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നു. ആദ്യമായി ദൈവത്തോടുള്ള അനുരഞ്ജനം. നമ്മളുടെ കഴിഞ്ഞ നാളുകളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് എവിടെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കടന്നു വരുവാനുള്ള ആ ഒരു അനുരഞ്ജനം. രണ്ടാമതായി മനുഷ്യനോടുള്ള അനുരഞ്ജനം. നമ്മളുടെ സഹജീവികളെ, സഹോദരങ്ങൾ, നാം ഇടപെടുന്നവർ, അവരോടുള്ള അനുരഞ്ജനം. പല രീതിയിലും നാം അവരോടൊക്കെയും തെറ്റുകളും പകയും വിദ്വേഷവും ഒക്കെ വച്ച് പുലർത്തുന്നവരായിരിക്കാം. എന്നാൽ ഈ നോമ്പുകാലത്ത് അതിൽ നിന്നെല്ലാം നമുക്കൊരു വിടുതൽ പ്രാപിച്ച്, അനുരഞ്ജനം പ്രാപിച്ച് ദൈവത്തോട് അപേക്ഷിച്ച് നാം മുന്നോട്ട് ജീവിക്കേണ്ടത് ആവശ്യമാകുന്നു. മൂന്നാമതായിട്ട് പ്രകൃതിയോടുള്ള അനുരഞ്ജനം. നാം പ്രകൃതിയെ സ്നേഹിക്കുകയും നമുക്ക് ഇന്ന് ലഭിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നമുക്ക് പിന്നാലെ വരുന്ന സമൂഹത്തിനും അനുഭവവേദ്യമാക്കുവാൻ നാം വളരെ പരിശ്രമിക്കേണ്ടതും ആവശ്യമാകുന്നു. ഇതിലൂടെയൊക്കെയും നമുക്ക് ലഭിക്കുന്നത് നമ്മുടേതായിട്ടുള്ള ഒരു ആത്മാവിൻ്റെ ഒരു ഉന്മേഷവും ഉണർവും ആത്മസംയനവും നമുക്ക് ലഭിക്കുന്നു. നാം നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ യേശു പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെ പറയുന്നു, നിങ്ങളുടെ കിണ്ടികിണ്ണങ്ങളുടെ പുറം വളരെ വെടിപ്പാക്കി വയ്ക്കുന്നു, എന്നാൽ അതിൻ്റെ അകമോ അശുദ്ധിയത്രേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പുറമേയുള്ള ഭാഗങ്ങളും മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്ന എല്ലാവിധമായിട്ടുള്ള ഭാഗങ്ങളും നാം വളരെ വൃത്തിയായും വളരെ അലങ്കാരികമായിട്ടൊക്കെ സൂക്ഷിക്കും. എന്നാൽ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവം ഉണ്ട് എന്ന് നമുക്ക് എപ്പോഴും ചിന്ത ഉണ്ടാകണം. നമ്മുടെ അകം തീർച്ചയായിട്ടും അനുദിനം ഈ നോമ്പുകാലങ്ങളിൽ വെടിപ്പാക്കി സൂക്ഷിക്കുവാൻ, ശുദ്ധിയായി സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്പുരാൻ നമുക്ക് ഇടയാക്കണം. ആ ഒരു യാത്രയിലേക്കാകുന്നു നാം എത്തിച്ചേരേണ്ടതും. നമ്മുടെ ഈ നോമ്പ് യാത്ര അതിലേക്ക് നമ്മെ ഉണർത്തേണ്ടതും വളർത്തേണ്ടതും അത്യന്താപേക്ഷിതമാകുന്നു. നമ്മളുടെ അകമേ ഉള്ള മനുഷ്യൻ എപ്പോഴും പുതുക്കം പ്രാപിക്കുന്ന ഒരു അനുഭവത്തോടുകൂടി മുന്നോട്ട് നാം ജീവിക്കേണ്ടത് ആവശ്യമാകുന്നു. നാം വചനത്തിൽ വായിക്കുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സർവവും പുതുതാക്കുന്നു. അങ്ങനെ ഈ ഒരു നോമ്പുകാലം നാം ഒരു പുതിയ സൃഷ്ടിയായി, പുതിയ ജീവിതത്തിൻ്റെ പുതിയ ഉൾക്കാഴ്ചകൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തീരുമാനങ്ങളോടുകൂടി
നമുക്ക് ഈ നോമ്പുകാലം മുന്നോട്ട് നയിക്കാം. അതിനായിട്ട് സർവശക്തനായിട്ടുള്ള ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസകളോടും കൂടെ ഈ നോമ്പ് ചിന്തകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു.